ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, പരിശുദ്ധമായ കഷ്ടാനുഭവ ആഴ്ചയിലെ 3-ാം ദിവസമായ ബുധനാഴ്ച നാം ചിന്തിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 47 മുതൽ 12-ാം അധ്യായത്തിൻ്റെ 2 വരെയുള്ള വാക്യങ്ങളാണ്. കർത്താവിനെതിരായ ഗൂഢാലോചനയും കർത്താവ് പെസഹായ്ക്ക് 6 ദിവസം മുമ്പേ അവിടെ വന്ന് പെസഹ ഒരുക്കുന്ന ഒരു അനുഭവത്തെക്കുറിച്ചുമാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. മറിയയുടെ അടുക്കൽ വന്ന യഹൂദന്മാരിൽ പലരും കർത്താവ് ചെയ്തത് കണ്ടിട്ട് അവനിൽ വിശ്വസിച്ചു. അവർ പരീശന്മാരുടെ അടുക്കൽ പോയി കർത്താവ് ചെയ്തത് അവരെ അറിയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ മഹാപുരോഹിതന്മാരും പരീശന്മാരുമെല്ലാം സംഘം കൂടി കർത്താവിനെ നശിപ്പിക്കുവാനുള്ള ഗൂഢാലോചനയാണ്. കർത്താവ് യഹൂദന്മാരുടെ ഇടയിൽ പരസ്യമായി നടക്കാതെ അവിടം വിട്ട് മരുഭൂമിക്കടുത്ത് എഫ്രൈം എന്ന പട്ടണത്തിലേക്ക് പോയി ശിഷ്യന്മാരുമായി അവിടെ പാർക്കുകയും പെസഹ അടുത്തിരിക്കുകയാൽ ശുദ്ധി വരുത്തുവാൻ യെരുശലേമിലേക്ക് പോകുകയും ചെയ്യുന്ന ഒരു ചിത്രം നമ്മളവിടെ കാണുന്നു. കർത്താവിനെ ഗൂഢാലോചനയാൽ കൊടുക്കുവാൻ മഹാപുരോഹിതന്മാരും പരീശന്മാരുമൊക്കെ സംഘം കൂടുമ്പോൾ നമ്മുടെ ജീവിത കാലഘട്ടങ്ങളിൽ പലപ്പോഴും യേശു ക്രിസ്തു എന്ന നമ്മുടെ രക്ഷകനെ നമ്മുടെ ചിന്തകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ദൈവത്തിൽ നിന്ന് മാറി നമ്മൾ ജീവിക്കുമ്പോൾ ദൈവം വസിക്കേണ്ട ദൈവത്തിൻ്റെ ആലയമായ നമ്മളും ദൈവത്തിനെതിരെ ഗൂഢാലോചന ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കുവാനുള്ള ഒരു സമയമാണ് പീഡാനുഭവ ആഴ്ച. നമ്മിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ വിശാലമായി ദൈവം നമ്മെ നടത്തിയ വഴികളെ ഓർക്കുമ്പോൾ നമ്മുടെ രോഗങ്ങളിൽ, നമ്മുടെ പ്രയാസങ്ങളിൽ, നമ്മുടെ കഷ്ടതകളിൽ നമുക്ക് ബലം തന്ന് സൗഖ്യം തന്ന് നമ്മെ കൈപിടിച്ച ദൈവത്തിനെതിരെ ഒരു നിമിഷമെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? എനിക്ക് ദൈവം ഇന്നത് നൽകാത്തത് കൊണ്ട് അവൻ ക്രൂരനാണെന്നും അവൻ എന്നോട് സ്നേഹമില്ല എന്നും അവൻ്റെ വഴികളിൽ നടക്കാതെ ദുഷ്ടന്മാരുടെ കൂട്ടങ്ങളിൽ ഇരിപ്പാനും ഞാൻ ആഗ്രഹിച്ചു പോയിട്ടുണ്ടോ എന്ന് ആത്മപരിശോധന നടത്തുമ്പോൾ കർത്താവിൻ്റെ അനുഗ്രഹീതമായ വിടുതലിനെ ഓർത്ത് നമ്മെ രക്ഷിച്ചിട്ടുള്ള അനുഭവങ്ങളെ ഓർക്കുമ്പോൾ തിരികെ വരുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമാകണം. കർത്താവ് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസറും ആ പെസഹായ്ക്ക് പങ്കെടുത്തിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അവിടെ ലാസർ മരിച്ചവനായിരുന്നു, അവനെ ദൈവം ഉയർത്തി. നമ്മുടെ പാപചിന്തകളിൽ, പാപബോധങ്ങളിൽ നമ്മൾ മരിച്ചവരായിരുന്നുവെങ്കിൽ നമ്മുടെ നോമ്പും ഉപവാസവും നമ്മെ പാപബോധത്തിൽ നിന്നും, പാപചിന്തകളിൽ നിന്നും, പാപപ്രവൃത്തികളിൽ നിന്നും നമ്മെ ജീവിപ്പിക്കുന്നവനാണ് നമ്മുടെ ക്രിസ്തു. ആ ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളിൽ എനിക്ക് ആത്മാർത്ഥമായി അനുതാപത്തോടുകൂടി മാനസാന്തരത്തോടെ പശ്ചാത്തപിച്ച് ആ ശുശ്രൂഷകളിൽ പങ്കുചേർന്ന് ഗാനാലാപനങ്ങളിലും ധ്യാന നിമിഷങ്ങളിലുമൊക്കെ ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ ദൈവത്തിനെതിരായിട്ടുള്ള ഗൂഢാലോചനയ്ക്കല്ല, മറിച്ച് ദൈവാത്മാവിൽ നന്മ പ്രവർത്തിച്ച് ചിന്തിച്ച് അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമാകും. അതിന് ദൈവം നമ്മെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.